യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പഴയ നിയമത്തിലെ ഹോസിയയുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം വായിക്കാം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹോസിയ പ്രവാചകൻ മനസാന്തരത്തിനുള്ള ആഹ്വാനത്തിൽ, അല്ലെങ്കിൽ ഹോസിയ പ്രവചന മനസാന്തരമുള്ള ആഹ്വാനത്തിൽ ഇസ്രായേൽ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു വാക്യമാണ് യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതായി മത്തായി സുവിശേഷകൻ എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയും. സാർവത്രിക രക്ഷ, സകല ജനതകൾക്കും അനുഗ്രഹം നൽകാൻ വേണ്ടി ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ നൽകി, ഉടമ്പടിയിലൂടെ വാഗ്ദാനങ്ങൾ നൽകി. ഇസ്ഹാക്കിനും യാക്കോബിനും ഈ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ കൈമാറി. എന്നാൽ തൻ്റെ മരണത്തിന് മുമ്പ് തന്നെ യാക്കോബും മക്കളും ഈജിപ്തിലായി കാനാൻ ദേശമായിരുന്നു അവർക്ക് വാഗ്ദാനമായി നൽകിയിരുന്നെങ്കിലും ഏതാണ്ട് 4 നൂറ്റാണ്ടുകളോളം യാക്കോബിൻ്റെ സന്തതികൾ വിദേശ രാജ്യമായ ഈജിപ്തിലാണ് ജീവിച്ചത്. ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായി ഉയർത്തപ്പെട്ട ജോസഫിൻ്റെ കുടുംബം എന്ന നിലയിൽ വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടെ അവിടെ അവർ സ്വീകരിക്കപ്പെട്ടു. വലിയ അവകാശങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കാലക്രമത്തിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി പുതിയ രാജവംശത്തിൻ്റെ ആവിർഭാവത്തോടെ ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അവർ പീഡനങ്ങൾക്ക് ഇരയായി. അവരുടെ നിലവിളിക്ക് ഉത്തരമായി ദൈവം ഒരു വിമോചകനെ അയച്ചു, മോശ. മാത്രമല്ല, ദൈവം അബ്രാഹത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഇപ്പോൾ അടിമകളായി കഴിയുന്ന ജനത്തോട് ആവർത്തിച്ചു. അതാണ് മോശ വഴി ഫറവോയോട് പറയുന്നത്. കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എന്നെ ആരാധിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക. പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 23 ഇങ്ങനെയാണ് പറയണത്. ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക. ഒരു ജനത്തെ ഒരാളായി കാണുന്ന സംഘാത വ്യക്തിത്വം എന്ന ആശയമാണ് എൻ്റെ പുത്രൻ എന്ന വിശേഷണത്തിൽ പിന്നിലുള്ളത്. ഒരു വ്യക്തിയല്ല, ഒരു വലിയ ജനസമുദ്രം തന്നെയാണ്. പക്ഷേ കർത്താവ് ഇസ്രായേലിനെ എൻ്റെ പുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ ഒരു വ്യക്തി പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകാം. ഇപ്പോൾ അടിമകളായി കഴിയുന്ന അബ്രാഹത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ജനം ഒറ്റ ജനമായി. അബ്രാഹത്തിൻ്റെ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയായിട്ടാണ് അവിടെ കരുതപ്പെടുന്നത്. ആ വ്യക്തിയെ ദൈവം തൻ്റെ സ്വന്തം പുത്രനായി സ്വീകരിക്കുന്നു. ഒരു ജനത്തെ മുഴുവൻ എന്തായിട്ട് സ്വീകരിക്കുന്നു? ഒരു വ്യക്തിയായിട്ട് സ്വീകരിക്കുന്നു, അഥവാ ദത്തെടുക്കുന്നു, സംരക്ഷിക്കുന്നു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. തങ്ങളുടെ ചരിത്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ജനത്തെ മനസാന്തരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഹോസിയ ഈ സംഭവത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ്, ദത്തെടുക്കപ്പെട്ട പുത്രന്മാരാണെന്നാണ് സത്യം അവർ അറിയണം, അംഗീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. പ്രവാചകൻ്റെ ആഹ്വാനം പക്ഷേ ഫലശൂന്യമായി. എന്നാലും വചനത്തിൽ ഒരുപക്ഷെ പ്രവാചകന്മാർ പോലും തിരിച്ചറിയാതിരുന്ന ഒരു സത്യം ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതാണ് യേശുവിൽ വെളിപ്പെട്ടതായി മത്തായി എടുത്തു കാണിക്കുന്നത്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഈജിപ്തിൽ നിന്ന് വിളിച്ചത് അവരുടെ വിമോചനത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ വിമോചനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അടിമത്തത്തിൽ നിന്നുള്ള വിമോചനവും സീനായി ഉടമ്പടിക്ക് വഴിയാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രനായി സ്വീകരിക്കപ്പെട്ടത്. ഈ ജനനവും ശൈശവവും
വിളിയുമെല്ലാം യേശുവിൽ പുതിയൊരു അർത്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്നു, അത് പൂർത്തിയാക്കപ്പെടുന്നു, എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് നമ്മൾ ആത്മാവിൽ നിവേശിതമായിട്ട് ചിന്തിച്ചാൽ തിരുവചനങ്ങൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമുക്ക് വ്യക്തമാക്കി തരും. ഇസ്രായേൽ ജനം കടന്നു പോകുന്ന വഴികളിലൂടെ യേശുവും കടന്നുപോയി. ഇസ്രായേൽ ജനം ശക്തിയാർജിച്ചേക്കും എന്ന് പറയുന്ന ഫറവോ അവരുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 15 മുതൽ 22 വായിച്ചു വയ്ക്കാൻ മതി. എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഫറവോ കൊന്നുകളയാനായിട്ട് കൽപ്പിക്കുന്നുണ്ട്. അതിന് സമാന്തരമായ ഒരു പ്രവൃത്തിയാണ് യേശുവിൻ്റെ ജന്മാവസരത്തിൽ. ഇപ്പം നമ്മൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ജന്മാവസരത്തിൽ നിന്നാണ് ദിവസം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുക. മത്തായി 2-ാം അധ്യായത്തിലെ 18-ാം തിരുവചനം വായിക്കുക. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ദൈവകൽപ്പന പ്രകാരം മറിയത്തെയും ശിശുവിനെയും കൊണ്ട് ജോസഫ് എവിടെ പോയി? വേറെ ദേശമെല്ലാം തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. അതാണ് നമ്മൾ ഈ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, പക്ഷെ അവിടെയും ഇവിടെയും സമാന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അവിടെ എന്താണ് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണ് ഞാൻ പറയുന്നത്. ദൈവകൽപ്പന പ്രകാരം മറിയത്തെയും ശിശുവിനെയും കൊണ്ട് ജോസഫ് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത്. ഈജിപ്ത് ഒരു സ്ഥിരവാസ സ്ഥലം ആയിരുന്നില്ല, തൽക്കാലത്തേക്ക് അഭയം നൽകുന്ന ഒരിടം. ഹേരോദസിന്റെ മരണശേഷം തിരിച്ചു വന്നു വരുന്നവരുടെ ഇസ്രായേൽ കടന്നു പോകുന്ന പുറപ്പാട് അനുഭവം യേശു അത് സ്വന്തമാക്കുന്നു. നോക്കൂ, എത്രയോ സംവത്സരങ്ങൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ കാര്യം വീണ്ടും യേശുവിലൂടെ ഓരോ സംഭവം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് സംഭവത്തിൽ ദൈവം ഒരു ജനത്തെ സ്വന്തം പുത്രനായി ദത്തെടുക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ സ്വന്തം പുത്രനെ പുറപ്പാട് അനുഭവത്തിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഹോസിയ പ്രവാചകൻ ചരിത്ര സംഭവമായി അവതരിപ്പിച്ചത് വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു എന്ന് പിന്നീടാണ് വ്യക്തമാകുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേൽ ജനം യാത്ര ചെയ്തു, അല്ലേ? അങ്ങനെയാണ് യാത്ര ചെയ്തവര്. അവരെ നയിച്ചത് മോശ എന്ന നേതാവായിരുന്നു. ഈ യാത്രയും ഈ നേതൃത്വവും എല്ലാം വരാനിരുന്ന വലിയൊരു പുറപ്പാടിൻ്റെ നാന്ദിയും പ്രതീകവുമായിരുന്നു. ദേവപുത്രനായ യേശു ഒരു പ്രത്യേക ജനത്തെ മാത്രമല്ല സകല ജനതകളെയും യഥാർത്ഥ സ്വാതന്ത്ര്യമായ ദൈവരാജ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ ഇവിടെ യേശു സകല ജനതകളെയും യഥാർത്ഥ സ്വാതന്ത്ര്യമായ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കാനായിട്ട് വന്നവനായിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ യഥാർത്ഥമാക്കിയ പുറപ്പാടനുഭവത്തിലൂടെ ഓരോ വ്യക്തിയെയും ക്ഷണിക്കുന്നു. ശിശുവധവും ഒളിച്ചോട്ടവും തിരിച്ചുവരവും എല്ലാം ഇന്നും പ്രസക്തമായ പ്രതീകങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവർ, ഇസ്രായേൽ ജനത്തെയും തൻ്റെ പുത്രനായ യേശുവിനെയും ഈജിപ്തിൽ നിന്ന് വിളിച്ച ദൈവം ഇന്നും ഓരോ വ്യക്തിയെയും പേര് ചൊല്ലി വിളിക്കുന്നു, സ്വന്തം മകനായി മകളായി സ്വീകരിക്കുന്നു, അല്ലേ? അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ലക്ഷ്യം നശ്വരമായ കാനാൻ ദേശമല്ല, ദൈവത്തോടൊന്നിച്ച് അവിടുത്തെ സ്നേഹവും അത് നൽകുന്ന ശാന്തിയും സമാധാനവും സന്തോഷം അനുഭവിച്ച് എന്നേക്കും ജീവിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ആ വിളിക്ക് നമുക്ക് കാതോർക്കാം, പ്രതികരിക്കാം. അതിനോടൊന്ന് ചേർന്ന് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് കെട്ടിപ്പടക്കാം. ആ ദൈവവിളി ആ ഹോസിയ പ്രവാചകനിലൂടെ വിളിച്ച് ആ വിളിയിലൂടെ വന്നു. തമ്പുരാൻ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ക്രിസ്മസ് കാഴ്ച കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. വീണ്ടും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന വലിയ ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയെയും ഓരോ മനുഷ്യനെയും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിളിച്ചിരിക്കുകയാണ് ദൈവം. ആ ദൈവരാജ്യ അനുഭവത്തിൻ്റെതായ പൂർണ്ണതയിലേക്ക് വിളിക്കണമെങ്കിൽ തിരുവചനത്തിൻ്റെ സ്പർശനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തമ്പുരാനോട് തന്നെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദൈവരാജ്യാനുഭവത്തിലൂടെ കടന്നു വരാനായിട്ട് കർത്താവെ പ്രവാചകന്മാരിലൂടെ ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കാനാൻ ദേശം ഒരുക്കി തന്നതുപോലെ ദൈവരാജ്യം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് പോലെ കർത്താവെ
നീ ഞങ്ങളെ വിളിച്ചതിനായിട്ട്, നീ ഞങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചതിനായിട്ട് ഞങ്ങൾ സ്വസ്ത്രം ചെയ്യുന്നു. നിന്റെ രൂപിയാൽ നിറഞ്ഞുകൊണ്ട് ദൈവരാജ്യ അനുഭവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാലും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.